സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ എന്തായാലും ഉറപ്പാണ്. വലതുപക്ഷ രാഷ്ട്രീയത്തിൽ ഐഷ പോറ്റി ഉറപ്പാണ്. BJP-യിൽ ഇപ്പോൾ 2020 അഖിലാവാം, അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം പാർട്ടി മാറി കൂറുമാറി കോൺഗ്രസിനെ വഞ്ചിച്ചു പോയ രശ്മിയാവും. ഞാനിപ്പോൾ അവരുടെ കാര്യം പറഞ്ഞപ്പോൾ കോൺഗ്രസിനെ വഞ്ചിച്ചു പോയി, അപ്പോൾ ഐഷ പോറ്റി അതല്ലേ ചെയ്തതെന്നൊക്കെ എന്നോട് ചോദിക്കാം. പക്ഷേ നിങ്ങൾ പറയുന്ന ഞാൻ നിങ്ങളുടെ രാഷ്ട്രീയത്തെയോ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയത്തെയോ എതിർക്കുന്ന ഒരാളല്ല. പക്ഷേ ഐഷ പോറ്റി പോകുന്നത് രശ്മി പോയതും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസമുണ്ട്. രശ്മി ഇടതുപക്ഷത്തിൽ നിന്നാണ് കോൺഗ്രസിലേക്ക് വന്നത്. ആലപ്പുഴയിൽ നിന്ന് അവിടുന്ന് അവരുടെ പ്രദേശത്ത് നിന്ന് ഇവിടെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നതാണ്. ചുരുക്കകാലം കൊണ്ട് അവരെ കോൺഗ്രസ് വളരെ വലിയ രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നു. അവർക്ക് അവസരങ്ങൾ കൊടുത്തു. കോൺഗ്രസ്സിൽ ധാരാളം പേരുണ്ട്. ഇതേ അവസ്ഥ തന്നെയാണ് ഐഷ പോറ്റിയുടേതെന്ന് നിങ്ങൾ പറയും. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. കാരണം ഐഷ പോറ്റി കോൺഗ്രസ്സിൽ വന്നത് അവരെ പാർട്ടി പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞാണ്. മനസ്സിലായോ? ഇവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ നിർണയിച്ചിട്ടില്ല. ഐഷ പോറ്റി ആകുമെന്ന് രശ്മി കരുതുന്നു. ആ രശ്മിയുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി രശ്മി പോകുന്നു. രശ്മി പറയുന്നു രശ്മിക്ക് 30 ലക്ഷം രൂപയോ 50 ലക്ഷം രൂപയോ കടമുണ്ട്. 1 കോടി രൂപ എങ്ങാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കോൺഗ്രസ് പാർട്ടി നിൽക്കാം. ആരും അവരോട് പറഞ്ഞില്ല കഴിഞ്ഞ പ്രാവശ്യം നിയമസഭയിൽ മത്സരിക്കാൻ. ആരെയും നിർബന്ധിച്ച് നിർത്തിയാൽ ചിലപ്പം കോൺഗ്രസ് പാർട്ടിക്ക് വേറൊരാൾ വരാതിരിക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ അങ്ങ് പ്രതിഷ്ഠിക്കുന്നൊരു സ്വഭാവമുണ്ട്. ആ പ്രതിഷ്ഠയായി വന്നു എന്നുള്ളതേ ഉള്ളൂ. അവരെന്നിട്ടൊരു വാക്കെടുത്തു പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? കൊടിക്കുന്നിൽ സുരേഷ് എനിക്ക് നല്ലതേ ചെയ്തിട്ടുള്ളൂ, പക്ഷേ കൊടിക്കുന്നിൽ സുരേഷിനെ പൂട്ടിയിട്ടിരിക്കുക. അങ്ങനെ കണ്ടായിരുന്നു. അതെ, അങ്ങനെ ചോദ്യം ഉണ്ടോ? എന്താണ് സംഭവം? അല്ല, എനിക്കറിയത്തില്ല. കൊടിക്കുന്നിൽ സുരേഷിനെ പൂട്ടുന്ന ആളാണ് കൊട്ടാരക്കരെന്ന് എനിക്കറിയത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകാരാരെങ്കിലും ഈ സ്റ്റാഫുകളിൽ കൊടിക്കുന്നിൽ സുരേഷിനെ പൂട്ടാൻ നോക്കുന്ന, അതായത് ഒരു MPയെ പൂട്ടാൻ, അതായത് വാ പൂട്ടുക എന്നായിരിക്കും അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ പൂട്ടാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊടിക്കുന്നിൽ സുരേഷിനെ പറ്റി എന്തെങ്കിലും മോശമായ രീതിയിലുള്ള എന്തെങ്കിലും സംവിധാനമുണ്ടെന്നാണോ അവർ പറയുന്നത്. അങ്ങനെ ഒരു നിലപാട് അവർ പറഞ്ഞു വെച്ച് പോകുന്നത് അവർക്ക് രക്ഷപ്പെടാൻ. അവരെന്തിന് ഈ പാർട്ടി വിട്ടുപോയി? അങ്ങനെയാണെങ്കിൽ അവർ കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ VD സതീശനുമായി സംസാരിച്ചെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത് കേട്ടു. കൊടിക്കുന്നിലുമായി സംസാരിച്ചെന്ന് കൊടിക്കുന്നിൽ പറയുന്നു. അപ്പോഴൊക്കെ അവർ ഡിമാൻഡ് വെച്ചെന്നാണ് പറയുന്നത്. ഡിമാൻഡ് അവരുടെ കടം തീർക്കണം. 2, അവരുടെ ഡിമാൻഡ് അവർക്ക് അടുത്ത നിയമസഭ നമ്മൾ രൂപീകരിക്കുമ്പോൾ ഏതെങ്കിലും ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനം കൊടുക്കണം. അതൊക്കെ എന്തൊരു പൊളിറ്റിക്സാണ്. അവർക്ക് എൻ്റെ പ്രായമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചേച്ചിന്ന് വിളിക്കുന്നില്ല. എനിക്ക് 49 വയസ്സോളമാണ്. ഞാൻ വിഷ്ണു ലിജു അങ്ങനെ അവരൊക്കെ ഈ പാർട്ടിയിൽ ഞങ്ങളൊക്കെ സമപ്രായക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വന്ന് കുറച്ച് നാളുകൊണ്ട് അവർക്ക് ലഭിക്കാവുന്നതിൻ്റെ മാക്സിമം കൊടുത്തു.